ഹലോ, പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെ നടന്ന എൻകൗണ്ടർ ചർച്ച നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഷാർജയിൽ അതുല്യ എന്ന പെൺകുട്ടിയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവമായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്. കുറേ അധികം കാലമായി ഭർത്താവ് ഇവരെ പീഡിപ്പിച്ചു എന്നാണ് അവരുടെ സന്ദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നു. എനിക്ക് അവരുടെ സഹോദരൻ തന്നെ അയച്ചു തന്ന ഒരു സന്ദേശത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മഹത്യ അവർ ഭയപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ്. പിന്നെ എങ്ങനെ മരിച്ചു ദുരൂഹമായൊരു കാര്യമാണ്. ഞാൻ പറയാൻ വന്നത് അതല്ല. ശരിക്കും ഷാർജ പോലെ ഇത്രയും കടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിയമം അതുപോലെ നടപ്പിലാക്കുന്ന ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ ഭർത്താവിൽ നിന്ന് ഇത്രയധികം ഒരു സൈക്കോ പോലെ പെരുമാറുന്ന ഭർത്താവിൽ നിന്ന് ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഈ യുവതി പരാതിപ്പെട്ടില്ല, പോലീസിൻ്റെ സഹായം തേടിയില്ല? അപ്പോൾ ഇങ്ങനെ ഇതേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഗൾഫ് നാടുകളിലോ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിനുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി പീഡനം ആജീവനാന്ത കാലം സഹിച്ച് കഴിയണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറയുന്നു എന്ന വാർത്ത. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 1,00,000-ലധികമാണ് ഈ അക്കാദമിക് ഇയറിൽ കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 16,000-ലധികം കുട്ടികൾ 1-ാം ക്ലാസ്സിൽ കുറഞ്ഞു. കുട്ടികൾ വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അവസാനം 1-ാം ക്ലാസ്സിൽ ചേരാൻ കുട്ടികളില്ലാത്തൊരവസ്ഥ വരുമോ? കോളേജുകളിൽ പല സ്ഥലങ്ങളിലും ഈ എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള കോളേജ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്ലാസ്സുകൾ വെറുതെ കിടക്കുക, പഠിക്കാൻ കുട്ടികളില്ല എന്നൊരവസ്ഥ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 40,906 വിദ്യാർത്ഥികൾ അധികമായി പൊതുവിദ്യാലയത്തിൽ ഇത്തവണ എത്തിയെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ആദ്യ കണക്ക്. എന്നാൽ തലയെണ്ണൽ പൂർത്തിയാക്കിയപ്പോൾ കണക്ക് മാറി. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി ഈ അക്കാദമിക് വർഷം പഠിക്കുന്നത് 35,34,702 വിദ്യാർത്ഥികൾ. കഴിഞ്ഞ അക്കാദമിക് വർഷം ഇത് 36,43,642 ആയിരുന്നു. അതായത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കുറഞ്ഞത് 1,08,940 കുട്ടികൾ. ഈ വർഷം 4-ാം ക്ലാസ് വരെ 11,87,517 അപ്പർ പ്രൈമറി 10,94,073 വിദ്യാർത്ഥികളും ഹൈസ്കൂളിൽ 12,53,112 വിദ്യാർത്ഥികളുമാണ് പഠിക്കുന്നത്. 1-ാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1-ാം ക്ലാസ്സിൽ 16,509 കുട്ടികളുടെ കുറവുണ്ട്. കഴിഞ്ഞ വർഷം 2,98,848 വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2,82,339 ആയിട്ടാണ് ഈ വർഷം കുറഞ്ഞത്. പൊതുവിദ്യാലയങ്ങളിൽ മാത്രമല്ല, അൺഎയ്ഡഡ് മേഖലയിലും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ജനനനിരക്ക് കുറഞ്ഞതാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിലൂടെ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നുണ്ട്. 24 വാർത്താ പരമ്പര തുടരുകയാണ്. തലയ്ക്ക് മീതെ മരണക്കെണി. കുറച്ചു മുമ്പ് വന്ന വാർത്തയാണ്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ UP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. അവധി ദിവസമായതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി എന്നാണ് വാർത്ത. മേൽക്കൂര തകർന്ന കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. എന്നാൽ ഈ വാദം തള്ളി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്ത് വന്നു. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് തകർന്നു വീണത്. രാവിലെ പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. 4-ാം ക്ലാസിന്റെ 2 ഡിവിഷനുകളും ഹെഡ്മാസ്റ്റർ ഓഫീസും കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നതായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നു. മാഷൊക്കെ പറയുന്നത് ഇവിടെ ഈ സമീപത്തൊന്നും കുറച്ച് ദിവസം മുമ്പൊന്നും ക്ലാസ് ഇല്ലായിരുന്നു. ഇവിടെ തന്നെയാണ് പഠിച്ചത്. എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? കെട്ടിടം പ്രവർത്തിച്ചിരുന്നില്ലെന്ന ഹെഡ്മാസ്റ്റർ ബൈജു. ക്ലാസ്സിൽ പ്രവർത്തിക്കുന്നില്ല. അത് അൺഫിറ്റ് കെട്ടിടമാണ്. ഇത് നമുക്ക് അൺഫിറ്റ് ആയി തന്നതിന് ശേഷം കുട്ടികളെ മുഴുവൻ നമ്മൾ താൽക്കാലികമായ ഷെഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവത്തിന് പിന്നാലെ സ്കൂൾ പരിസരം പ്രതിഷേധക്കളം. BJPയും കോൺഗ്രസും CPIMും സ്കൂളിലേക്ക് പ്രകടനം നടത്തി. കെട്ടിടം തകർന്നത് ആരുടെ അനാസ്ഥ എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുമുട്ടി. UDF ഭരിക്കുന്ന പഞ്ചായത്തിനും സ്ഥലം MLA രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെയാണ് CPIMന്റെ ആരോപണം. വിദ്യാഭ്യാസ മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് കോൺഗ്രസ്. അപകടത്തിന് പിന്നാലെ സ്കൂളിന്റെ പുതിയ കെട്ടിടം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പണി പൂർത്തിയായെങ്കിലും പുതിയ കെട്ടിടത്തിനും ഫിറ്റ്നസ് ലഭിച്ചിരുന്നില്ല. 24 ആലപ്പുഴ.
കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുത്തു. നടപടികളെ നിയമപരമായി നേരിടുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട്. 24 വാർത്താ പരമ്പര തലയ്ക്ക് മീതെ മരണക്കണിക്ക് പിന്നാലെ തിരുവനന്തപുരം പാറശാല ബദറുൽ ഇസ്ലാം സ്കൂളിലെയും അങ്കമാലി കോതകുളങ്ങര സ്കൂളിലെയും അപകടകരമായ വൈദ്യുതി ലൈനുകൾ KSEB അഴിച്ചുമാറ്റി. മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്തതിന് പിന്നാലെ അടിയന്തര സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർത്തു. മിഥുന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ യോഗം തീരുമാനിച്ചു. ഏത് നടപടിയും നേരിടുമെന്ന് സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ള. മാനേജർക്ക് ഷോക്കോസ് നോട്ടീസ് ഉണ്ട്. അത് സംബന്ധിച്ച് നാളെ മറുപടി കൊടുക്കുന്നതിന് ഉള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സുരക്ഷാ ജോലികൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച മുതൽ അധ്യയനം പുനരാരംഭിക്കും. അതിനിടെ ശാസ്താംകോട്ട പോലീസ് സ്കൂളിലെത്തി മാനേജറുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. മിഥുന്റെ മരണത്തിന് കാരണമായ വൈദ്യുതി ലൈൻ നീക്കം ചെയ്തത് മറ്റു കുഞ്ഞുങ്ങൾക്കെങ്കിലും ഉപകാരമാകട്ടെ എന്ന് മിഥുന്റെ പിതാവ്. ഭാവിയിൽ ഒരു മക്കൾക്കും ഇങ്ങനൊരു അവസ്ഥ വരരുത്. കാരണം എല്ലാം നമ്മുടെ മക്കളാണ്. കുഞ്ഞു മക്കൾക്ക് നമുക്ക് നോക്കുമ്പോഴേ അതിൻ്റെ വില അറിയത്തുള്ളൂ. അത് എല്ലാവർക്കും ഓരോണൊക്കെ അറിയണം. കാരണം ഏത് കുഞ്ഞായാലും നമ്മളെയാണെന്ന് വിചാരിക്കണം നമ്മൾ. അപ്പം നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. അതേസമയം കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന് പിന്നാലെ 24 നടത്തിയ അന്വേഷണ പരമ്പരകളിൽ സർക്കാർ ഇടപെടലുണ്ടായി. തിരുവനന്തപുരം പാറശാല ബദറുൽ ഇസ്ലാം HSSലെ വൈദ്യുതി ലൈനുകൾ KSEB മാറ്റി. എറണാകുളം അങ്കമാലി കോതകുളങ്ങര LP സ്കൂളിന് മുകളിലെ വൈദ്യുതി കമ്പികളും KSEB നീക്കം ചെയ്തു. 24 ബിഗ് ഇംപാക്ട്. 24 കൊല്ലം. ഇപ്പോൾ ഒരു അറിയിപ്പ് വരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ തുറന്നു പ്രവർത്തിക്കും. കാസർഗോഡാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ പ്രവർത്തിപ്പിക്കുക. ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടാകും എന്ന രീതിയിൽ പ്രചാരണങ്ങൾ വന്നു. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ പ്രവർത്തിക്കുമെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അവധിയാണെന്നുള്ളത് വ്യാജ പ്രചാരണമെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. തെറ്റായ സന്ദേശത്തിൽ വിശ്വസിക്കരുതെന്നും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുമെന്നും കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖരൻ അറിയിക്കുന്നു. ഈ അവധിയാണ് എന്ന് ആരോ കുളിച്ചത് ബുദ്ധികളെ പ്രചരിപ്പിച്ചു എന്നാണ് കളക്ടർ പറയുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പ്രവർത്തിക്കും. അവധിയാണെന്നുള്ള വ്യാജ പ്രചാരണത്തിൽ വിശ്വസിക്കരുത്. കുട്ടികളെല്ലാം പള്ളിക്കൂടത്തിൽ പോകാനായിട്ട് തയ്യാറായിക്കൊള്ളൂ. ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ ഭർത്താവ് സതീഷ് നേരിട്ടത് കൊടിയ പീഡനം. സതീഷിൻ്റെ ക്രൂരമർദ്ദനം. അതുല്യ സഹോദരി വിവരിക്കുന്ന ശബ്ദ സന്ദേശം 24 കിട്ടി. മരിക്കുന്നതിന് കുറച്ച് സമയം മുമ്പാണ് ഈ ശബ്ദ സന്ദേശം അയച്ചത്. ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നില്ല എന്നുവരെ പറയുന്നൊരു ശബ്ദ സന്ദേശമാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഇവർ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നത്. മാത്രമല്ല സതീഷിനെ പേടിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിൽ, അതായത് ഭർത്താവ് സതീഷിനെ ആത്മഹത്യ ചെയ്യും എന്നുള്ളത് കഴുത്തിൽ കുരുക്കൊക്കെ ഇട്ട് പേടിപ്പിക്കാൻ ശ്രമിച്ചതിനിടയിൽ കയറ് കുരുങ്ങി മരിച്ചു പോയതാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നു. സതീഷ് മദ്യപിച്ച് അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജോലിക്ക് പോകുമ്പോൾ അതുല്യയെ സതീഷ് മുറിയിൽ പൂട്ടിയിട്ടതായിരുന്നു പോയിരുന്നത്. ഒരു സംശയരോഗിയായിരുന്നു ഇയാളെന്നാണ് സഹോദരി അഖില 24നോട് പറഞ്ഞത്. അതുല്യയുടെ മരണം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. തെക്കുംഭാഗം സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സത്യം കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ വാർത്തയിലേക്ക്. മദ്യപിച്ച് ലക്കുകെട്ട സതീഷ് ശങ്കർ ഉപദ്രവിക്കുന്ന ഈ ദൃശ്യങ്ങൾ പറയും അതുല്യ നേരിട്ട പീഡനം. മർദ്ദനമേറ്റു നിലവിളിക്കുന്ന അതുല്യ, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ അസഭ്യം പറയുന്ന സതീഷ്. ക്രൂരപീഡനമേറ്റ അതുല്യയുടെ ചിത്രങ്ങളും പുറത്ത്. അതുല്യ തന്നെ ചിത്രീകരിച്ച് സഹോദരി അഖിലയ്ക്ക് അയച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണിത്. നേരിട്ട പീഡനം സഹോദരി അഖിലയോട് അതുല്യ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ചവിട്ടി കൂട്ടി എന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മദ്യപിച്ചാൽ സതീഷ് സൈക്കോയാണെന്ന് അഖില 24നോട്. ജോലിക്ക് പോകുമ്പോൾ അതുല്യ സതീഷ് പൂട്ടിയിടും. അവിടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് താക്കോല് പൂട്ടിയിട്ട് പോകും. അപ്പൊ നമ്മൾ പറയുകയും ചെയ്യും, ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകളാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായാൽ നീ ഇങ്ങനെ പുറത്തോട്ട് നീ താക്കോല് കൊടുക്കരുതെന്ന് പറയാം. അപ്പോൾ പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് സംശയമാണ്. അതുല്യയുടേത് കൊലപാതകമാണെന്ന് മാതാവ് തുളസിബായി. സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ. അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. ഷാർജ പോലീസിലും ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകാനാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഷാർജയിലെ മോർച്ചറിയിലാണ് അതുല്യയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെയാണ് പോസ്റ്റ്മോർട്ടം. അരുൺ പാറാട്ട്, 24 ദുബായ്.
എന്തായാലും ഇതിനെക്കുറിച്ച് പോലീസിലൊന്നും പരാതി കൊടുത്തില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. മാത്രമല്ല ഒരുപക്ഷെ ഭർത്താവിനോടും തൻ്റെ മകളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം അതുല്യ പരാതിയൊന്നും കൊടുക്കാത്തത്. കടുത്ത പീഡനമാണ് ഈ കുട്ടി ഏറ്റുവാങ്ങിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അക്ഷരാർത്ഥത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുകയായിരുന്നു ഈ വീട്ടിലെന്ന കാര്യത്തിൽ സംശയമില്ല. അതുല്യെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ഒരു വിചിത്ര വാദമാണ് അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കർ എന്ന് ഷാർജയിൽ ഉന്നയിച്ചത്. അതുല്യ ഗർഭഛിദ്രം നടത്തിയത് തന്നെ പ്രകോപിപ്പിച്ചെന്നും മദ്യപിക്കുമ്പോൾ അത് തനിക്ക് ഓർമ്മ വരുമെന്നും അതോടെ താൻ മറ്റൊരാളായി മാറുമെന്നും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചിത്രമായ പ്രതികരണം. നിരപരാധിയാണെന്ന സതീഷിൻ്റെ വാദം അതുല്യയുടെ പിതാവ് തള്ളിക്കളഞ്ഞു. കൊല്ലം നിലമേലിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയുടെ പിതാവ് ത്രിവിക്രമൻ നായർ അതുല്യയുടെ മാതാപിതാക്കളെ ഇന്ന് പോയി കണ്ടു. മദ്യപിച്ച് ലക്കുകെട്ട് സതീഷ് ക്രൂരമായി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ നടക്കുന്നതാണ്. എന്നാൽ സതീഷിന്റേത് വിചിത്രമായ ന്യായീകരണങ്ങൾ. അതുല്യയുടെ വീട്ടുകാർ പറയുന്നത് പോലെ ഒരു പ്രശ്നവുമില്ലെന്നും സതീഷ്. ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ മുറിപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ് എന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കില്ല. ഇവർ പറയുന്ന കണക്ക് എല്ലാ ദിവസവും വെള്ളം അടിക്കുന്നു, എല്ലാ ദിവസവും ഉപദ്രവിക്കുന്നു, അങ്ങനെയൊന്നും അല്ല. അതുല്യയുടെ മരണത്തിന് പിന്നാലെ അയൽവാസിയെ വിളിച്ച് താൻ നിരപരാധിയാണെന്നും സതീഷ് പറഞ്ഞു. നിരപരാധി എന്ന സതീഷിന്റെ വാദം അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള തള്ളി. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിപ്പറയുന്ന ആളാണ് സതീഷ് എന്ന് പിതാവ്. അത് പിന്നെ ഓരോ ന്യായങ്ങൾ ഇങ്ങനെ ഇപ്പം പെട്ടെന്ന് മനസ്സിലായപ്പോൾ പറയുന്ന ഒരു മുടന്ത ന്യായമായിരിക്കും. അതൊരു വാദം മാത്രം പറയുന്നു എന്നുള്ളത്. സതീഷുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു. 10 വയസ്സുള്ള മകളെ കരുതി എല്ലാം ക്ഷമിച്ചും സഹിച്ചും നിന്നെന്നും കുടുംബം. മകൻ വിളിക്കാറ് പോലുമില്ലെന്ന് സതീഷിന്റെ മാതാവ് ഉഷ 24നോട് പറഞ്ഞു. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ മോൻ മരിച്ചെങ്കിലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കല്യാണവും പറഞ്ഞു പോയ അന്ന് ഞാൻ കണ്ടതാ. പിന്നെ ഞങ്ങൾ എന്നെ വിളിക്കാറോ ഒരു കാര്യങ്ങളും ഇല്ല. കൊല്ലം നിലമേലിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയയുടെ പിതാവ് ത്രിവിക്രമൻ അതുല്യയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. 24 കൊല്ലം. എന്തായാലും സങ്കടകരമായ ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ ഗൗരവമായ അന്വേഷണം നടക്കട്ടെ. ഇനിയൊരു പെൺകുട്ടിക്കും ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഭർത്തൃസ്വസ്ഥയിൽ ഉണ്ടാകാതിരിക്കട്ടെ. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് മകനുമായി പുഴയിലേക്ക് ചാടി യുവതി മരിച്ചു ഇന്ന് രാവിലെ. വയലപ്ര സ്വദേശിനി റീമയാണ് മരിച്ചത്. 3 വയസ്സുകാരനായ മകനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് റീമയുടെ ബന്ധുക്കൾ ആരോപിച്ചത്. ഇന്നു പുലർച്ചെ 1:30യോടെയാണ് വയലപ്ര സ്വദേശി റീമ 3 വയസ്സുള്ള മകനുമായി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത്. കുട്ടിയെ ഷാൾ ഉപയോഗിച്ച് ശരീരത്തോട് ചേർത്ത് കെട്ടിവെച്ച് പുഴയിലേക്ക് ചാടുകയായിരുന്നു. ഈ സമയം പുഴയിൽ ചൂണ്ടിടുകയായിരുന്ന യുവാവ് റീമ ചാടുന്നത് കണ്ടു. നാട്ടുകാരടക്കമുണ്ട്, നാട്ടുകാരനെ എല്ലാവരും ഉണ്ട്. ഇന്നലെ മുതലേ പുലർച്ചെ മുതലേ എല്ലാവരും നാട്ടുകാരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. കുടുംബ പ്രശ്നം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരും ഉണ്ടായ ഒരു അകൽച്ച തന്നെയാണ് ഈ കുട്ടി മരണത്തിനിടയാൻ സാധിച്ചതെന്ന് തോന്നുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പാലത്തിൽ നിന്ന് 200 മീറ്റർ അകലെ റീമയുടെ മൃതദേഹം കണ്ടെത്തി. കുഞ്ഞിനായി ഫയർഫോഴ്സും സ്കൂബ സംഘവും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. അതിനിടെ ആത്മഹത്യക്ക് കാരണം ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണെന്ന് റീമയുടെ കുടുംബം ആരോപിച്ചു. കാരണം അവൻ്റെ അമ്മയും തന്നെയാണ്. ബുധനാഴ്ച മോള് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ട്, വിളിച്ചിരുന്നു. കാരണം കുഞ്ഞിനെ കൂട്ടിയിട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞില്ല, കുഞ്ഞിനെ മാത്രം ഞാൻ അയക്കൂല, ഞാൻ കുഞ്ഞിൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. അങ്ങനെ വ്യാഴാഴ്ച അവൻ ഉച്ചക്ക് ഒരു 1:30 ശേഷം ഇവിടെ വന്നു. ഷോപ്പിലുണ്ടായിരുന്നു. കുഞ്ഞുമോനും ആടെയാ ഇല്ലത്. എൻ്റെ കുഞ്ഞുമോന് ഒരാഴ്ച മുമ്പ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ ഭർത്താവ് കുട്ടിയെ തിരികെ വേണമെന്ന് സമ്മർദ്ദം ചെലുത്തി. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് റീമയുടെ ബന്ധുക്കളുടെ ആരോപണം. 24 കണ്ണൂർ. ഗീതു പരമേശ്വരൻ പറയുന്നു, ഇത്രയും അനുഭവം ഉണ്ടായിട്ടും എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരാഞ്ഞത്? മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞ് എന്ത് നീതിയാണ് ഇനി വാങ്ങിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അലി അക്ബർ പറഞ്ഞു, താങ്കൾ പറഞ്ഞതുപോലെ വളരെ കടുത്ത ശിക്ഷയും നിയമങ്ങളും നിലനിൽക്കുന്ന രാജ്യമാണ് ഷാർജ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ തെളിവുകളെല്ലാം തന്നെ ഷാർജ പോലീസിന് കൈമാറുകയാണെങ്കിൽ സതീഷിൻ്റെ കാര്യം പിന്നെ പറയാനില്ല എന്നുകൂടി പറയുന്നു. സകലകലാ വല്ലഭൻ ചോദിക്കുന്നു, സ്നേഹമുള്ളവൻ ഒരു ഫീലും ഇല്ലല്ലോ, അതെന്താ അങ്ങനെ? SK എനിക്കറിയില്ല. ഭൈരവൻ കണ്ണൂർ, SK താങ്കൾ സീരിയൽ കമൻറ്റുകൾ മാത്രമേ വായിക്കുള്ളൂ എന്നുണ്ടോ? ഈ നിലയിലേക്ക് താങ്കൾ അധപ്പതിച്ചോ, അതോ ചുമ്മാ എനിക്ക് തോന്നുന്നതാണോ? ചുമ്മാ തോന്നുക. ഭൈരവൻ എന്തെങ്കിലുമൊക്കെ തോന്നണ്ടേ എന്ന് വിചാരിച്ച് തോന്നുന്നതാ, എന്താ ചെയ്യുക? ഇനി ജമ്മു കാശ്മീരിലേക്ക്. ജമ്മു കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. കിഷ്ത്വാർ ജില്ലയിലെ
ഖാൻഗു വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഈ പ്രദേശത്തെ കൂടുതൽ സൈനികരെ വിന്യസിച്ചു കഴിഞ്ഞു. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കാശ്മീരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? SKN പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കശ്മീരിൽ ഭീകരർക്കെതിരെ എടുക്കുന്ന നടപടികളുടെ ഭാഗമായുള്ള തെരച്ചിലിനിടെയാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. കിഷ്ത്വാർ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായുള്ള രഹസ്യവിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. തുടർന്നാണ് പോലീസിന്റെയും സൈന്യത്തിന്റെയും സംയുക്ത സംഘം ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയത്. അതിനിടെ ഖാൻഗു വനമേഖലയിൽ വെച്ച് ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ ഉണ്ടായത്. സൈന്യത്തിന് നേരെ ഉണ്ടായ വെടിവെപ്പിൽ കനത്ത തിരിച്ചടി ലഭിച്ചതോടെ ഭീകരർ വനമേഖലയിലേക്ക് പിന്മാറിയിരിക്കുകയാണ്. ഈ മേഖല ഇപ്പോൾ സുരക്ഷാ സേന വളഞ്ഞിരിക്കുന്നു. കൂടുതൽ സൈനികരെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട 3 ഭീകരവാദികൾ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം. ഇത് ഈ ഭീകര സംഘടനയിലെ തന്നെ ഉയർന്ന റാങ്കിലുള്ള ഭീകരനടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഒരു കമാൻഡർ റാങ്കിലുള്ള ഭീകരനടക്കമുള്ളവർ ഒളിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മേഖലയിൽ ഇപ്പോഴും ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. റിസ്വാൻ ചോദിക്കുന്നു, എറണാകുളത്ത് നല്ല മഴയാണ്, കടുത്ത മഴയാണ്, അവധി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതുവരെ ഒരു ജില്ലയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നു എന്നുള്ളത് നേരാണ്. ചെറിയ മഴയ്ക്കൊക്കെ അവധിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മഴ പെയ്യാതാകില്ലേ അവധി എന്ന് കേട്ട് ചോദിച്ചു കഴിഞ്ഞാൽ? ഇനി കർണാടകത്തിലേക്ക് ധർമ്മസ്ഥലയിലെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്ന 24-ന്റെ അന്വേഷണ പരമ്പര, സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ. കുട്ടികൾ ഉൾപ്പെടെ 100-ലധികം സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ള ധർമ്മസ്ഥലയിലെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ ഒരു പ്രത്യേക പോലീസ് സംഘത്തെ കർണാടക സർക്കാർ രൂപീകരിച്ചു. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഈ അന്വേഷണ ചുമതല. മേഖലയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെക്കുറിച്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ. ധർമ്മസ്ഥലയിലെ നിഗൂഢതകളെക്കുറിച്ച് വെളിപ്പെടുത്തലുകളും പരാതികളും ഉയരുന്നതിനിടയിലാണ് കർണാടക സർക്കാർ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ആക്ഷേപത്തിനിടെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സർക്കാർ തീരുമാനം. DGP പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. IG MN അനുചേത്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ളവർ. പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലായിരിക്കണം അന്വേഷണമെന്ന് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ 24-നോട് പറഞ്ഞിരുന്നു. Next, it should be led by DGP, that is Pranab Mohanty sir, because that is acknowledged by Honorable High Court of the Karnataka, that his leadership is very transparent, dedicated and committed officer he is, that it is acknowledged by High Court only. കേസ് NIA അന്വേഷിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും സന്തോഷ് കുമാർ MP പറഞ്ഞു. NIA എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെററിസം റിലേറ്റഡ് ഏജൻസിയാണ്. നാഷണൽ സെക്യൂരിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസും NIAക്കകത്ത് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഒരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ളതാണ്. ഞങ്ങൾ ഈ പാർലമെന്റ് സെഷന് ഇടയിലോ അല്ലെങ്കിലോ ഒക്കെ ആയിട്ട് പോകാനുള്ള ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യാൻ കഴിയോ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളതാണ് ഉറപ്പ് നൽകാനുള്ള കാര്യം. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴിയെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ നീക്കം. 10 മുമ്പുള്ള കേസ് തെളിയിക്കാൻ പോലീസ് ഏറെ പണിപ്പെടേണ്ടി വരും. മുഹമ്മദ് റഹീസ്, 24, ധർമ്മസ്ഥല. ചില പ്രേക്ഷകർക്ക് SKN ഫോർട്ടിയുടെ 2ാം ഘട്ടത്തിൽ ഈ കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. നമുക്കത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2ാം ഘട്ടം ഈ 27-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നമ്മൾ ലൈവ് പരിപാടിയിലൂടെ 24 ആരംഭിക്കുകയാണ്. അവർക്ക് മാത്രവുമല്ല, കേരളത്തിൽ വ്യാപകമായൊരു അവബോധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജ്യോതിർഗമയ എന്ന് പേരിട്ടിരിക്കുന്ന SKN 40 2ാം ഘട്ടം ആരംഭിക്കുന്നത്. ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ഒരു ബോധവൽക്കരണ യജ്ഞമായിരിക്കും ഇതിലൂടെ നമ്മൾ 1 കൊല്ലം നീളുന്ന കാലയളവിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ കുടുംബ പ്രശ്നങ്ങളോട് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. മയക്കുമരുന്നിൻ്റെ തായ്വേരറക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെടുമങ്ങാട്ട് പൊട്ടി വീണ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരൻ മരിച്ചു. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാലപ്പഴക്കം ചെന്ന ഇലക്ട്രിക് പോസ്റ്റ് മരച്ചില്ല വീണ് ഒടിഞ്ഞു വീഴുകയായിരുന്നു.
കൊല്ലത്തെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് അക്ഷയുടെയും മരണം. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ 2 സുഹൃത്തുക്കൾക്കൊപ്പം രാത്രി ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു അപകടം. വീടിന് സമീപത്തെ ജംഗ്ഷനിൽ പൊട്ടിവീണ ഇലക്ട്രിക് കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. ബൈക്കിന്റെ പിന്നിലുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ തെറിച്ചു വീണു. അക്ഷയ് ഇലക്ട്രിക് കമ്പിക്കുള്ളിൽ അകപ്പെടുകയായിരുന്നു. ബൈക്കിൽ കാലായി അവിടെ തന്നെ കിടക്കുമായിരുന്നു. നമ്മൾ വീണ് എണിച്ചു വന്ന് ഇവനെ പിടിച്ചതും നമ്മളെ ഷോക്കടിച്ച്. ഇവന്റെ ദേഹത്ത് ഇറത്തുണ്ടായിരുന്നു. പിന്നെ ഇട്ടിരുന്ന ഷർട്ടൊക്കെ ഊരിയാണ് നമ്മൾ അവനെ കാലിൽ കൂടെ ഇട്ടാണ് പിടിച്ച് നീക്കി കിടത്തിയത്. സമീപത്തെ പറമ്പിലുള്ള റബ്ബറിന്റെ കൊമ്പൊടിഞ്ഞ വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് വീണാണ് അപകടം. വൈദ്യുതി കമ്പി പൊട്ടിയതിന് പിന്നാലെ പോസ്റ്റും ഒടിഞ്ഞു വീണു. കാലപ്പഴക്കം ചെന്ന പോസ്റ്റിന് സ്റ്റേ കമ്പി പോലും ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊരു മരമാണ് ഒടിഞ്ഞു വീണത്. അവിടെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെവിക്കൊണ്ടില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അതെല്ലാം ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി അക്ഷയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വൈകുന്നേരം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. പറമ്പിന്റെ ഉടമ മരം മുറിക്കുവാൻ അനുവദിക്കാത്തതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. നേരത്തെ തന്നെ ആ മരത്തിന്റെ ഉടമസ്ഥനെ അറിയിച്ചു. അയാൾ സമ്മതിക്കാത്തതാണ്. അപ്പോൾ പഞ്ചായത്തുകാരത് കളക്ടറുടെ അടുത്തൊക്കെ പോകേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. മരം മുറിക്കാൻ ഒരറിയിപ്പും ഇതുവരെ എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് സ്ഥല ഉടമ അറിയിച്ചു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പ്രതീഷ് തെക്കുംപാടൻ പറയുന്നത് SKN ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഒന്ന് പോകണമെന്നാണ് പറയുന്നത്. നമ്മുടെ വാർത്താ സംഘം മുഹമ്മദ് റയീസിന്റെ നേതൃത്വത്തിൽ അവിടെ തുടരുകയാണ്. അവിടെ ഇത്തിരി സുരക്ഷാ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങോട്ട് ആൾക്കാരെ അടുപ്പിക്കുന്നില്ല. അവിടെ ഇത്രയും ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളും പേടിയൊക്കെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ തന്നെ അവിടെ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മരക്കൊമ്പ് വൈദ്യുതി ലൈനിന് മുകളിൽ വീണ് ഷോക്കേറ്റ് ഒരു വീട്ടമ്മ മരിച്ചു. കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. വീടിന് മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റണമെന്ന് KSEBയോട് ആവശ്യപ്പെട്ടിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊയിലാണ്ടി KSEB ഓഫീസ് ഇന്ന് ഉപരോധിച്ചു. അയൽവാസിയുടെ പറമ്പിലെ മരക്കൊമ്പാണ് ഫാത്തിമയുടെ വീടിന്റെ മുകളിലൂടെ പോയ വൈദ്യുതി ലൈനിലേക്ക് വീണത്. ഫാത്തിമയുടെ നിലവിളി കേട്ടെത്തിയ അയൽക്കാർ കണ്ടത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ പിടിച്ചുകിടക്കുന്ന ഫാത്തിമയാണ്. വന്ന സമയത്ത് ഇവിടെ കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പം ലൈൻ പൊട്ടിയിട്ടൊന്നും ആദ്യം അറിഞ്ഞില്ല. അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഞാനും ഇവിടെ അയൽവാസി സെമീറയും കൂടിയാണ് വന്നത്. ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും കൈ കിട്ടാതെ ലാസ്റ്റ് കിട്ടിയത് ചൂലായിരുന്നു. അതുകൊണ്ട് വെച്ച് ഞങ്ങൾ ഒരു കൈ ലൈൻ തട്ടി മാറ്റിയിട്ട് എടുത്ത് കൊണ്ടുപോയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റാൻ ആവശ്യപ്പെട്ടതായി ഫാത്തിമയുടെ മകൾ. ഇപ്പോഴും ഞങ്ങൾ പറയല അവരോട് അത് മുറിക്കണം എന്നുള്ള, പക്ഷെ അവർ അന്നേരം ഒന്നും കേട്ടില്ല. ഇത് മരം വീണിട്ട് ലൈൻമേലേക്ക് വീണപ്പോൾ ഞാൻ ഇവിടെ ഇല്ല, അതിന് പുറത്തതിനുള്ളത്. എൻ്റെ രണ്ടാമത്തെ അനിയത്തെ ഇവിടെ ഉള്ളത്. പിന്നെ ഓള് കരഞ്ഞ് ആൾക്കാരെ കൂട്ടിയപ്പോൾ എല്ലാവരും ഓടി വന്നതാണ്. അപ്പോഴത്തേക്ക് ഉമ്മ വീണ് പോയിക്ക്. പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. വീട്ടമ്മയുടെ മരണത്തിന് കാരണം KSEBയുടെ അനാസ്ഥയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ KSEB ഓഫീസ് ഉപരോധിച്ചു. 24 കോഴിക്കോട്. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള പോകുന്നതിന് മുമ്പ് ഒരു കാര്യം സുർജിത്ത് അയ്യപ്പത്ത് അറിയിക്കുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മാനന്തവാടി തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴ താമരക്കുളം ചത്തിയറ മിഥുൻ ഭവനിൽ ബിപിൻ ആർ ചന്ദ്രനാണ് മരിച്ചത്. 41 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇനി ബ്രേക്ക് കഴിയുമ്പോൾ ന്യൂസ് ഹെഡ്ലൈൻസ്. മറ്റു വാർത്തകൾ വിശദമായി. വിദ്വേഷ പ്രസംഗം ആവർത്തിച്ച് കേസെടുക്കാൻ വെല്ലുവിളിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPM. ഏതൊരു ജനവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ ആർക്കും അവതരിപ്പിക്കാം, അത് മതവൈരം ഉണ്ടാക്കുന്ന തരത്തിലാകരുത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം. വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയാതെയാണ് CPMന്റെ വിമർശനം. പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെ പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാറില്ല. മുസ്ലിം സാമുദായിക നേതാക്കൾക്കെതിരെയുള്ള വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം കേസെടുക്കാൻ വെല്ലുവിളിയും. എന്നാൽ അതേ വേദിയിൽ വെച്ച് മന്ത്രി VN വാസവൻ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തി. യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ്. മന്ത്രിയുടെ പുകഴ്ത്തലിന് പിന്നാലെ വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയാതെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗം മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ടു പോകേണ്ടതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന.
വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടുത്ത വിമർശനമാണ് സമസ്തയും മുസ്ലിം ലീഗും ഉന്നയിക്കുന്നത്. കാത്തുസൂക്ഷിക്കേണ്ട സൗഹൃദത്തിന്റെ മനസ്സ് ഇല്ലാതാകുന്നത് ശുഭലക്ഷണമല്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ്. അതിനെ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതേസമയം കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. ഭിന്നിപ്പിക്കുന്ന പ്രസ്താവന ആര് നടത്തിയാലും അംഗീകരിക്കില്ലെന്ന് ഡിവൈഎഫ്ഐയും പ്രതികരിച്ചു. 24 മലപ്പുറം. തിരുവനന്തപുരത്ത് ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തെ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ചു. വിതുര മണലി സ്വദേശി ബിനുവാണ് മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രിമാരായ OR കേളുവും വീണ ജോർജും പറഞ്ഞു. ഗുരുതരാവസ്ഥയിലുള്ളയാളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ആണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ വാദം. ആത്മഹത്യക്ക് ശ്രമിച്ച ബിനുവിനെ ഉച്ചയോടെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. രോഗിയെ കയറ്റാൻ സമ്മതിക്കാതെ 20 മിനിറ്റോളം ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ് ബിനുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പിന്നാലെ ബിനു മരിച്ചു. ഞങ്ങൾ 108 കസ്റ്റമർ കെയർ വിളിച്ച് 108 വന്ന് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് പ്രവർത്തകർ വന്ന് തടഞ്ഞ് പോകാൻ പറ്റത്തില്ല, വണ്ടിക്ക് ടയറില്ല, ഇൻഷുറൻസ് ഇല്ല, ആരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി. പിന്നെ ഡോക്ടർ ഒരുവിധമൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത്. ഇവിടെ വന്നപ്പോൾ ഒരു കാഷ്വാലിറ്റി കയറ്റി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് നോക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു, ഏകദേശം പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ ഈ സമ്മതിക്കാത്തൊരു കാരണമാണ് ഈ എൻ്റെ ചേട്ടൻ മരിക്കാൻ കാരണമായത്. ആശുപത്രി അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിതുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി OR കേളു. ഈ സമരം ഇയാളെ മരണത്തിനൊരു ഇടയാക്കി എന്നുള്ളതും ഒരു ശരി തന്നെയാണ്. ഈ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടാവണം. രണ്ടാമത് ഈ നോക്കിയ ഡോക്ടർമാരുടെ ഒരു രേഖാമൂലമുള്ള റിപ്പോർട്ട്, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന മുറയ്ക്ക് ഒരു നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഒരു നീതികേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമല്ലോ. ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും, വകുപ്പ് പരിശോധിക്കും. ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഇൻഷുറൻസ് തീർന്നതും ആരോപിച്ചായിരുന്നു കോൺഗ്രസ് വിതുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. 5 മിനിറ്റ് മാത്രമേ പ്രതിഷേധിച്ചിട്ടുള്ളൂ എന്നും തങ്ങൾ എല്ലാവരും ചേർന്നാണ് രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്ത് കാര്യമാണെങ്കിലും ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കാൻ പാടില്ല എന്ന സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വിതുരയിൽ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്ത്. 17 മിനിറ്റ് വാഹനം തടഞ്ഞുവെന്നും FIR-ൽ. 5 മിനിറ്റ് മാത്രമാണ് പ്രതിഷേധമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 24 വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാദം 5 മിനിറ്റ് മാത്രമാണ് വാഹനം തടഞ്ഞത് എന്നും ആ സമയത്ത് ഈ വാഹനത്തിൽ രോഗിയില്ലായിരുന്നു എന്നുള്ളതുമാണ്. മാത്രമല്ല വലിയ സൈബർ ആക്രമണം അതുമായി ബന്ധപ്പെട്ട് 24-ന് നേരെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ 24 കൊടുത്ത വാർത്തയാണ് ശരി. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ വാദങ്ങൾ പൊളിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ FIR-ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. FIR പ്രകാരം 2:30 ആരംഭിച്ച പ്രതിഷേധമാണ്. അതിനുശേഷം ഈ ആംബുലൻസ് എടുക്കാൻ 2:47 സമയം വരെ എടുത്തു. അതിനുശേഷം 2:47 ഈ വാഹനം അവിടെ നിന്ന് എടുത്തതിന് ശേഷവും ഈ പ്രവർത്തകർ ബിനുവിന്റെ ബന്ധുക്കൾക്ക് നേരെ അസഭ്യം പറഞ്ഞു എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ നിലവിൽ ഈ വകുപ്പിൽ FIR-ൽ ചേർത്തിരിക്കുന്നത്. മാത്രമല്ല ലാൽ റോഷി എന്ന DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഈ ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഒപ്പം 4 ടയറും തേഞ്ഞു തീർന്ന ആംബുലൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയാണ് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം നിലവിൽ പറയുന്നത്. പക്ഷേ
പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു കൃത്യസമയത്ത് ഒരു ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കുക എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ എന്തായാലും ചുമത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ 24 വാർത്ത കൊടുക്കുന്നത് ഏതെങ്കിലും നിലയിൽ സ്വന്തം നിലയിലല്ല ആ വാർത്ത കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് മരിച്ചയാളുടെ ബന്ധുവിൻ്റെ പ്രതികരണം, ഒപ്പം ആശുപത്രി അധികൃതരുടെ വിശദീകരണം, സംഭവം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വെച്ചാണ് 24 വാർത്ത നൽകിയത്. അതിന് പിന്നാലെയാണ് ആ വാർത്ത നൽകിയ റിപ്പോർട്ടറുടെ ചിത്രം ഉൾപ്പെടെ പോസ്റ്റർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള അസഭ്യങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ എത്തിയത്. പക്ഷേ കോൺഗ്രസിൻ്റെ വാദം തെറ്റ് എന്ന് തെളിയിക്കുന്ന നിലയിലാണ് ഇപ്പോൾ FIR ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചേലക്കര ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് അപകട ഭീഷണിയുമായി സോളാർ ലൈറ്റ് പവർ സിസ്റ്റം. ചെറുതുരുത്തി പൊന്നാനി റോഡിൽ പുതുശ്ശേരി SNTTI സ്കൂളിൻ്റെ പ്രധാന കവാടത്തിലാണ് തുരുമ്പെടുത്ത സോളാർ സിസ്റ്റം അപകട ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ വളരെ അപകടകരമായ രീതിയിലാണ് ആ ബാറ്ററികൾ, ഇതിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ബാറ്ററിയിൽ വെച്ചിട്ടുള്ള പെട്ടി ദ്രവിച്ച് ആ ബാറ്ററി ദ്രാവകം പോയി അത് തൂങ്ങിക്കിടക്കുകയാണ്. 5 കിലോനും 4 കിലോനൊക്കെ ഉള്ള വലിയ വലിയ ബാറ്ററികളാണ് തൂങ്ങിക്കിടക്കുന്നത്. ഇനി കുറേ അതിൻ്റെ ഉള്ളിലുമുണ്ട്. അത് വീണ് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചതിന് ശേഷം നമ്മളിത് അവരുടെ തകരാറാണ്, ഇവരുടെ തകരാറാണ്, സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രശ്നമാണ്, പഞ്ചായത്തിൻ്റെ പ്രശ്നമാണ് പറഞ്ഞിട്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, ഇതിനെക്കുറിച്ച് ആരെങ്കിലും അധികൃതർക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കിട്ടിയിട്ടും അവർ അവഗണിക്കുകയാണോ? ഇനി അപകടം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അതാണ്, അതായത് ഒരു അധികൃതരുടെ ഒരു അടിയന്തര ഇടപെടൽ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത കൊണ്ടുവരുന്നത്. കാരണം ഇവിടെ ഒരു UP സ്കൂളുണ്ട്, അതോടൊപ്പം തന്നെ TTI വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് തലയ്ക്ക് മുകളിൽ ഈ ബാറ്ററികൾ തൂങ്ങിക്കിടക്കുന്നത്. അത് വലിയ ഭാരമുള്ള ബാറ്ററികളാണ്. അത് തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പൊന്നാനി ചെറുതുരുത്തി റോഡിൽ ഈ പുതുശ്ശേരി SNTTI സ്കൂളിന് മുന്നിലുള്ള ഈ ഹൈമാസ്ക് ലൈറ്റാണ്. ആ ലൈറ്റിന്റെ ബാറ്ററികളാണ് ദ്രവിച്ച് ഇപ്പോൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്. ഈ പ്രദേശവാസികൾ പറയുന്നത് ഇത് നേരത്തെയും അധികൃതരുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയതാണ്. പക്ഷേ ആ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇതുവരെയും ഇത് അഴിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇത് ഈ തകരാറ് പരിഹരിക്കുന്നതിനോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന വഴിയിൽ അത് അപകടങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരാതികളടക്കം നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളടക്കമുള്ളവർ. SKN. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ മുഹമ്മദ് റഗീസ് ഒരു വാർത്ത അറിയിക്കുന്നു. ധർമ്മസ്ഥലയിലെ വാർത്താ സംഘം നയിക്കുന്ന റഗീസാണ്. ധർമ്മസ്ഥലയിലെ അസാധാരണ മരണങ്ങളിൽ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് ABP രംഗത്ത് വന്നുവെന്നാണ് റഗീസിൻ്റെ അറിയിപ്പ്. സുതാര്യമായ അന്വേഷണം പ്രതീക്ഷിക്കുന്നുവെന്ന് ABP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി പറയുന്നു. ധർമ്മസ്ഥല എന്ന പുണ്യനഗര ക്ഷേത്രത്തിനും കളങ്കമേൽപ്പിക്കാതെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് ABPയുടെ പ്രതീക്ഷ. ഡോക്ടർ ശശി തരൂർ MPക്കെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ കോൺഗ്രസിനൊപ്പം കൂട്ടുന്നില്ലെന്നും നടപടി ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും K മുരളീധരൻ ഇന്ന് പറഞ്ഞു. തരൂരിനൊപ്പമുള്ളവർ കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ വിമർശനം. ആരോടും പരാതിയില്ല എന്നായിരുന്നു ഡോക്ടർ തരൂരിൻ്റെ പ്രതികരണം. പാർട്ടിയെ നിരന്തരം വെട്ടിലാക്കുന്ന തരൂരിനെ ദേശീയ നേതൃത്വത്തിന് പിന്നാലെ സംസ്ഥാന നേതാക്കളും ഒറ്റപ്പെടുത്തുകയാണ്. തരൂരിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ലെന്ന് K മുരളീധരൻ. ഇപ്പം അദ്ദേഹം ഞങ്ങളെ കൂട്ടത്തിൽ കൂടിയതായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നടപടി വേണോ വേണ്ടോ എന്നുള്ള ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. അദ്ദേഹം നിലപാട് തിരുത്താത്തോളം കാലം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു പരിപാടിയിലും അദ്ദേഹത്തിനെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല. അദ്ദേഹം ബഹിഷ്കരിക്കുക. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇല്ല, പിന്നെ എന്തിനാ ബഹിഷ്കരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയ ശേഷം പാർട്ടിക്ക് പുറത്തുനിന്ന് ഇനി എന്തെല്ലാം നേടാമെന്നാണ് തരൂർ ചിന്തിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്ന മുഴുവൻ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടല്ലാതെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പുള്ളി ചിന്തിക്കുന്നത്. ആരോടും പരാതിയില്ലെന്നായിരുന്നു വിമർശനങ്ങൾക്ക് തരൂരിന്റെ മറുപടി. ഇനിയൊന്നും പറയാനില്ല. മറ്റേ കോമെന്റ് ഒക്കെ എനിക്ക് പറയാൻ ആവശ്യമുണ്ടോ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശശി തരൂരിന്റെ നിലപാടുകളെ ഹൈക്കമാൻഡ് നേരത്തെ പരസ്യമായി തള്ളിയിരുന്നു. എന്നാൽ നടപടി ഉടൻ ഉണ്ടാകില്ലെന്നാണ് സൂചന. തരൂർ സ്വന്തം വഴി തിരഞ്ഞെടുക്കട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വം. 24 ഡൽഹി. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസ് A ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം ചേർന്നു. KPCC ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ITO ബാങ്ക് ഹാളിലായിരുന്നു യോഗം. ഉമ്മൻചാണ്ടി സ്മൃതി എന്ന നിലയിലാണ് A ഗ്രൂപ്പ് പ്രത്യേക യോഗം ചേർന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ യോഗത്തിന് പ്രത്യേക ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ?
SKN വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് നടന്നത്. SKN നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ DCCയിൽ കൂട്ടത്തല്ലും ഈ ഗ്രൂപ്പ് വഴക്കും എല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് ഈ പ്രശ്നപരിഹാരത്തിനായി പുതിയ DCC പ്രസിഡന്റ് അടക്കം നിയോഗിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് നേതാക്കൾ താക്കീത് നൽകിയതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഇന്ന് A ഗ്രൂപ്പ് യോഗം ചേർന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരണം എന്ന നിലയിലായിരുന്നു ഈ യോഗം ചേർന്നത്. ആ യോഗം ചേരാനുള്ള സാഹചര്യമായി ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഈ ചരമവാർഷികമടക്കം സംഘടിപ്പിച്ചതിൽ വലിയ അലംഭാവമുണ്ടായി എന്ന് വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇവർ ഒരു സമാന്തര പരിപാടി എന്ന തരത്തിൽ ഈ സ്മൃതി സംഗമം നടത്തിയത്. അതിനുശേഷമാണ് ഈ ഗ്രൂപ്പ് യോഗം ചേർന്നത്. ഇതിൽ ഇവർ പ്രധാനമായും ഉണ്ടായ ചർച്ചകൾ ഇത്തരത്തിലാണ്. അതായത് കോൺഗ്രസിന് ജില്ലയിൽ A ഗ്രൂപ്പിന് അധിക പരിഗണന ലഭിക്കുന്നില്ല, അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹമായ പരിഗണന അത് A ഗ്രൂപ്പ് അംഗങ്ങൾക്ക് നേടിയെടുക്കണം. കിട്ടാത്ത വശം അങ്ങനെ അർഹമായ പരിഗണന കിട്ടിയില്ലെങ്കിൽ ശക്തമായി പ്രതിരോധിക്കാനും തീരുമാനിച്ചു. KPCCയുടെ ജില്ലാ അതോടൊപ്പം തന്നെ ബ്ലോക്ക് KPCC ഭാരവാഹികൾ, ജില്ലാ ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ഇരിങ്ങാലക്കുട ഈ ITU ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. എന്തായാലും DCCയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള O അബ്ദുറഹ്മാൻ, അതോടൊപ്പം തന്നെ KPCC മുൻ ജനറൽ സെക്രട്ടറി MB ജാക്സൺ, KPCC സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഡാനിയൽ, വൈസ് പ്രസിഡന്റ് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് തുടങ്ങി നിരവധി നേതാക്കൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിവരങ്ങൾ നൽകിയത്. നാളെ ചാന്ദ്രദിനമാണ്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചന്ദ്രന്റെ ചിത്രങ്ങൾ ശുഭാംശു ശുക്ല പങ്കുവച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജൻസി കണ്ണൻ ചേരും ഒരു ഇടവേളയ്ക്ക് ശേഷം. ബ്രേക്ക്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചന്ദ്രന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് ശുഭാംശു ശുക്ല. നാളെ ചാന്ദ്രദിനമാണ്. നിങ്ങളിൽ ഒരാൾ ചന്ദ്രനിൽ നിന്ന് പകർത്തുന്ന ഭൂമിയുടെ ചിത്രം കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ശുഭാംശു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി പ്രജിൻസി കണ്ണൻ ചെയ്യുന്നു. പ്രജിൻ, യഥാർത്ഥത്തിൽ ഈ നാളെ ചാന്ദ്രദിനം പ്രമാണിച്ച് പങ്കുവച്ചത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. തീർച്ചയായിട്ടും SK നിലവിൽ ശുഭാംശു ശുക്ല വീണ്ടും ഇപ്പോഴും ഹ്യൂസ്റ്റണിലുള്ള പുനരധിവാസ കേന്ദ്രത്തിലാണ്. കാരണം 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം മടങ്ങിയെത്തിയ ശേഷമുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഇപ്പം കടന്നു പോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ അനുഭവങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളുടെ ഓരോ ദിവസവും ഇങ്ങനെ പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് നാളെ ചാന്ദ്രദിനമാണ്, അതുമായി ബന്ധപ്പെട്ട് ചില പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പുതിയ പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ അവിടെ ISSൽ ഉണ്ടായിരുന്ന സമയത്ത് പകർത്തിയ ചില ചിത്രങ്ങൾ, ചന്ദ്രന്റെ പല ആംഗിളുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ എനിക്ക് പിറകിലുള്ള ചിത്രത്തിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാം. അത് അവിടെയുള്ള ഒരു 7 വിൻഡോ ക്യുപ്പോള എന്ന് പറയും. അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു പ്രത്യേക മൊഡ്യൂളാണ്. അവിടെ നിന്നാണ് പുറത്തേക്കുള്ള നല്ല ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ലഭിക്കുക. അവിടെ വെച്ച് പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശുഭാംശു പങ്കുവച്ചിരിക്കുന്നത്. അതുകൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ചന്ദ്രനെ പല ആംഗിളുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ നിന്നതിനേക്കാൾ വ്യത്യസ്തമായി വേറൊരു ആംഗിളിലാണ് ആ ചിത്രങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചന്ദ്രന്റെ ചിത്രങ്ങൾ പകർത്തുന്നതിന് മുൻപ് ഈ പറയുന്ന 7 വിൻഡോ ക്യുപ്പോളിൽ ഇരുന്നുകൊണ്ടാണ് ചിത്രങ്ങൾ പകർത്തിയത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ചന്ദ്രൻ വിദൂരതയിൽ കാണാം. പക്ഷേ അതിൽ കൃത്യമായ ചില പ്രതീക്ഷകൾ കൂടി എഴുതി ചേർത്തിട്ടുണ്ട് ശുഭാംശു. എനിക്ക് ആവശ്യം, ഞാൻ ആഗ്രഹിക്കുന്നത് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ പകർത്തിയിരിക്കുന്ന ഒരു ചിത്രം. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരാൾ എപ്പോഴെങ്കിലും അത് സാധ്യമാക്കും, നമുക്കൊന്നു ചേർന്നത് സാധ്യമാക്കണം എന്ന വളരെ പോസിറ്റീവായിട്ടൊരു പ്രതീക്ഷയാണ് ശുഭാംശു ശുക്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. അതുടൻ ഉണ്ടാകട്ടെ എന്നുകൂടി ശുഭാംശു പറയുന്നുണ്ട്. എന്തായാലും 1 മാസത്തിന് ശേഷം മാത്രമായിരിക്കും ഇന്ത്യയിലേക്ക് ശുഭാംശു മടങ്ങിയെത്തുക. കാരണം ഈ ഭൂമിയുടെ ഗുരുത്വ ബലവുമായി ബന്ധപ്പെട്ട് അതുമായി ഒന്ന് പൊരുത്തപ്പെടാനുള്ള ട്രെയിനിങ്ങിലൂടെ ഇപ്പോഴും കടന്നു പോവുകയാണ്. അടുത്ത മാസം 2-ാം വാരത്തോടുകൂടി ഇന്ത്യയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു ശുഭാംശുവിനെ. താങ്ക് യു പ്രജിൻസി കണ്ണൻ. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.